ആലത്തൂർ SN കോളേജിൽ ആസ്ട്രോബയോസ്പെക്ട്രം 2026 എന്ന പേരിൽ ദേശീയതല ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ ഇന്ത്യ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ സഹകരണത്തോടെയാണ് ശാസ്ത്രമേള നടത്തിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ സ്റ്റോളുകളിൽ പ്രദർശനങ്ങളും അവതരിപ്പിച്ചു. ജയിൽപുള്ളികളുടെയൊക്കെ വിലങ്ങൊക്കെ ഇല്ലേ, അത് ലോക്ക് കംപ്ലൈൻ്റ് ആകുമ്പോൾ കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. മോതിരം, അതുതന്നെ കയ്യിൽ ഇടിവളയൊക്കെ ഇട്ടില്ലേ പിള്ളേർ, അത് കയ്യിൽ നിന്ന് ഊരാൻ പറ്റാത്ത അവസ്ഥയിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് ഇത് ഹാമർ, ഇത് ലൈഫ് ജാക്കറ്റ്. നമ്മൾ മാക്സിമം എത്ര നീന്തൽ അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ ബോട്ടിങ് അതുപോലെ തന്നെയൊക്കെ പോകുമ്പോൾ ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് മാത്രം വേണം എന്ത് ചെയ്യുക, വെള്ളത്തിലിറങ്ങി. നീന്തൽ അറിയാവുന്ന ആളായാലും ശരി, അറിയാത്ത ആയാലും ശരി. ഇത് അതുപോലെ തന്നെ ഒരു ഫ്ലോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വെള്ളത്തിലിറങ്ങുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലൈഫ് ബോയ് എന്ന് പറയും. ഓക്കെ. കോളേജിലെ വിവിധ വിഭാഗങ്ങളായ ബോട്ടണി, കെമിസ്ട്രി, മൈക്രോബയോളജി, സുവോളജി, ഇക്കണോമിക്സ്, മാത്തമാറ്റിക്സ് എന്നീ വിഭാഗങ്ങളും നവീന മാതൃകകളും ഗവേഷണ പ്രദർശനങ്ങളും അവതരിപ്പിച്ചു. അമോണിയം ബൈകാർബണേറ്റ് ഇല്ലേ, അതിന് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അത് തെർമൽ ഡീകമ്പോസിഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾക്ക് 3 കോമ്പൗണ്ട്സ് കിട്ടും. ആദ്യത്തെ മെയിൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ക്രോമിയം ഓക്സൈഡ്, രണ്ടാമത്തേത് നൈട്രജൻ ഗ്യാസ്, പിന്നെ വാട്ടർ. ഈ ഗ്രീൻ കളർ കാണുന്നതാണ് നമ്മുടെ ക്രോമിയം ഓക്സൈഡ്. ഈ ഓറഞ്ച് കളറായിട്ടുള്ള ഈ പൗഡറാണ് നമ്മുടെ അമോണിയം ഡൈക്രോമേറ്റ്. ഇത് അസറ്റോൺ ആണ്. അപ്പോൾ അസറ്റോണിലേക്ക് പേപ്പർ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിമിലേക്ക് കാണിച്ചു കഴിയുമ്പോൾ പേപ്പർ കത്തില്ല. അസറ്റോൺ ആണ് ആദ്യം കത്തിപ്പോവുക. കാരണം അസറ്റോൺ ഹൈ വോളറ്റിലിറ്റി, അത് പറഞ്ഞാൽ വേഗം ആവിയായി പോവും. പിന്നെ അതേപോലെ ടെമ്പറേച്ചർ അത് ഹീറ്റ് വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കത്തിപ്പോവാൻ അസറ്റോണാണ് കത്തുക. അതിന് ശേഷം പേപ്പറിലേക്ക് ഹീറ്റ് പോകും. പഠനത്തിൻ്റെ ഇടയ്ക്ക് തന്നെ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ കുട്ടികൾ ചെയ്തെടുക്കുന്ന ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ടപ്പ്. ഇവിടുന്ന് കഴിഞ്ഞു പോയി കഴിഞ്ഞാലും ഒരു കൈത്തൊഴിൽ അറിയില്ല, അങ്ങനെയാണ് എപ്പോഴും ഒരു പ്രശ്നം വരിക. ഇവിടുന്ന് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു കൈത്തൊഴിൽ ഉണ്ടാവണം. അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും അവർക്ക് അവരുടെ രീതിയിൽ ഒരു കാര്യങ്ങൾ ചെയ്ത് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവരിവിടുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ഹാൻഡ് വാഷിൻ്റെ ഇമ്പോർട്ടൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് മൈക്രോബ്സ് വളരുന്ന ഒരു മീഡിയമാണ്, മൈക്രോ ഓർഗാനിസംസ് വളരാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തീരെ കൈ കഴുകാത്തത് നമ്മളെ തമ്പില്ലേ, അത് ഈ മീഡിയയിൽ വെച്ച് പ്രസ് ചെയ്തിട്ട് 24 മണിക്കൂർ ഇൻക്യുബേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അപ്പം അത്രയ്ക്കും മൈക്രോബിയൽ കൗണ്ടാണ് ഇതിലുള്ളത്. മാത്രമല്ല മൈക്രോ ഓർഗാനിസത്തിൻ്റെ അളവാണിത്. ഇത് പറയുമ്പോൾ ഡെറ്റോളും ഹാൻഡ് വാഷും ഉപയോഗിച്ച് കൈ കഴുകിയപ്പോൾ മൈക്രോ ഓർഗാനിസം ഇല്ലാത്തതുകൊണ്ട് ഒരു ഗ്രോത്തും ഉണ്ടായില്ല ഇതിൽ. ഇത് വെള്ളം മാത്രം ഉപയോഗിച്ച് കൈ കഴുകിയ സമയത്ത് അത്യാവശ്യം മൈക്രോ ഓർഗാനിസം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് കൈ കഴുകണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് DNA, ഇത് RNA, ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് DNA. DNAൻ്റെ ഇൻഫർമേഷൻസ് അനുസരിച്ചിട്ട് പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് RNA. ഇപ്പോൾ പട്ടിയോ പൂച്ചയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ സ്പ്രെഡ് ആവുന്ന ഇൻഫെക്ഷനാണ് റാബീസ് എന്ന് നമ്മൾ പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ പുറത്തുള്ള വൈൽഡ് ആനിമൽസ് ഒന്നിനുള്ള കോണ്ടാക്ട് വരാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ബാക്കി പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ സൊസൈറ്റിയിൽ കുറേയേറെ അസുഖങ്ങളിലും സറൗണ്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ അതിലൊരെണ്ണമാണ് ഈ പറയുന്ന റാബീസ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും പട്ടിയും പൂച്ചയും ഒക്കെ കോമൺ ആയിട്ടുള്ള ഒരു ആനിമലാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അസുഖമാണ് റാബീസ്. അപ്പോൾ അതിന് മുൻകരുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പേവിഷബാധ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ഒരു സംഭവമാണിത്. ശാസ്ത്ര പ്രദർശനത്തെക്കുറിച്ച് കോളേജ് പ്രിൻസിപ്പൽ പ്രവീണ വിജയൻ വിശദീകരിച്ചു. ആസ്ട്രോബയോസ്പെക്ട്രം 2026 എന്ന നാമത്തിൽ നമ്മളിന്നിവിടെ ഒരു ശാസ്ത്രമേള SN കോളേജ് ആലത്തൂരിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും ISROയുടെ എക്സിബിഷനാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിവിധ തരം മോഡലുകൾ അവരിവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നുണ്ട്. വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കോളേജിലെ കെമിസ്ട്രി, മൈക്രോബയോളജി, ഫിസിക്സ് ബോട്ടണി എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളും ഫയർ ആൻഡ് റെസ്ക്യൂ അവരുടെ ഒരു സ്റ്റോൾ നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികളെ നമ്മൾ ഈ ഒരു പ്രദർശനത്തിനായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായ രീതിയിൽ ഈ ഒരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.